പ്രൈസ് ദി ലോർഡ്. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം യുഗങ്ങൾ എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ യുഗങ്ങളെക്കുറിച്ച് അനവധിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7 ലോക സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറയുന്നയിടത്ത് അതിൻ്റെ ഗ്രീക്ക് വാക്യത്തിൻ്റെ അർത്ഥം യുഗങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ്. അതിൻ്റെ ഗ്രീക്ക് നാമം പ്രോ ടുനിയാനൂൺ എന്നാണ്. അതിൻ്റെ അർത്ഥം യുഗങ്ങൾക്ക് മുമ്പ് എന്നാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ പൂർവകാലങ്ങൾ എന്ന് പറയുന്നതിനെയും യുഗങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ അനാദികാലം എന്ന് പറയുന്നിടത്ത് യുഗങ്ങളിൽ എന്നാണ്. എഫെസ്യ ലേഖനം 3-ന്റെ 11-ാം വാക്യത്തിൽ അനാദി നിർണയ എന്ന് പറയുന്നിടത്ത് യുഗങ്ങളുടെ നിർണയം എന്നാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാലങ്ങളിൽ എന്ന് പറയുന്ന ഉള്ളിടത്ത് വരുവാനുള്ള യുഗങ്ങളിൽ എന്നാണ്. അപ്പോൾ യുഗങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ അധികമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ പലർക്കും അറിവില്ലാത്ത ഒരു വിഷയമാണ് ഈ യുഗങ്ങൾ എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ ഈ മെസ്സേജ് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്ത ഭാഗം കൂടെ കേട്ടതിന് ശേഷം മാത്രമേ സംശയങ്ങൾ ചോദിക്കാവൂ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ വരവിൻ്റെ സമയം എപ്പോഴാണ്? കർത്താവ് പറഞ്ഞത്, നാളും നാഴികയും ഞാൻ അറിയുന്നില്ല, ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നാണ്, പിതാവിൻ്റെ കരങ്ങളിലെന്നാണ്. അവിടെ നാളും നാഴികയും എന്ന് പറയുന്നത് കാലവും സമയവും എന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ. മാർക്കോസിൻ്റെ സുവിശേഷം 13:32. എന്നാൽ ഈ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഭൂതലത്തിൽ എങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതികളെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഒന്നുകൂടെ കേൾക്കുക, അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അതിരുകളും യുഗങ്ങളും എന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. യുഗങ്ങളെ സാധാരണ വേദപുസ്തകത്തിൽ നിന്ന് 10 യുഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് നിഷ്പാപ യുഗം, അത് ഏദൻ തോട്ടത്തിലെ വാസമാണ്. 2 മനസ്സാക്ഷി യുഗം, പാപം മുതൽ പ്രളയം വരെ ഉള്ള കാലഘട്ടം. 3 മാനുഷഭരണയുഗം, പ്രളയം മുതൽ ബാബേൽ ഗോപുരം വരെയുള്ളത്. 4 ചിതറിപ്പോക്കിൻ്റെ യുഗം, ബാബേൽ ഗോപുരം മുതൽ അബ്രഹാം വരെയുള്ളതാണ്. 5 വാഗ്ദത്ത യുഗം, അബ്രഹാം മുതൽ മോശ വരെയുള്ളതാണ്. 6 ന്യായപ്രമാണ യുഗം, മോശ മുതൽ ക്രിസ്തു വരെയുള്ളതാണ്. 7 കൃപായുഗം, പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ ഉള്ളതാണ്. 8 മഹാപീഡന യുഗം, മധ്യാകാശം മുതൽ മഹത്വപ്രത്യക്ഷത വരെ ഭൂമിയിൽ സംഭവിക്കുന്ന 7 വർഷത്തെ കാലപിരീഡാണ്. 9 സഹസ്രാബ്ദ യുഗം, കർത്താവ് മഹത്വപ്രത്യക്ഷതയിൽ വന്നതിന് ശേഷം പിശാചിനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടിട്ട് ഇവിടെ നീതിയോടെ ഭരണം നടത്തുന്ന 1000 ആണ്ടാണ്. 10 നിത്യയുഗം, പുതിയ ആകാശ ഭൂമി മുതൽ ആരംഭിക്കുന്നതാണ്. എന്നാൽ സാധാരണ നമ്മളെല്ലാം ബൈബിളിൽ നിന്ന് പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് 7 യുഗങ്ങളാണ്. അത് 1 നിഷ്പാപയുഗം, ഏദൻ തോട്ടത്തിലെ അവസ്ഥ. 2 മനസ്സാക്ഷി യുഗം, പാപം മുതൽ ജലപ്രളയം വരെ. 3 മാനുഷ്യഭരണയുഗം, പ്രളയം മുതൽ അബ്രഹാം വരെ. 4 വാഗ്ദത്ത യുഗം, അബ്രഹാം മുതൽ മോശ വരെ. 5 ന്യായപ്രമാണ യുഗം, മോശ മുതൽ ക്രിസ്തു വരെ. 6 കൃപായുഗം, ക്രിസ്തു മുതൽ മധ്യാകാശം വരെ. 7 സഹസ്രാബ്ദ യുഗം, 1000 ആണ്ട് വാഴ്ച എന്നതാണ് നാം സാധാരണയായിട്ട് കേൾക്കുന്നത്. എന്നാൽ ഈ 7 യുഗങ്ങളെ രക്ഷയോടുള്ള ബന്ധത്തിൽ 5 യുഗങ്ങളായിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് കഴിയും. അതിലൊന്ന് മനസ്സാക്ഷി യുഗം, ആദാം മുതൽ മോശ വരെ. 2 ന്യായപ്രമാണ യുഗം, മോശ മുതൽ കാൽവറി വരെ. 3 കൃപായുഗം, കാൽവറി മുതൽ മധ്യാകാശ വരവ് വരെ. 4 മഹാപീഡന യുഗം, മധ്യാകാശം മുതൽ മഹത്വപ്രത്യക്ഷത വരെ.
5 സഹസ്രാബ്ദം മഹത്വ പ്രത്യക്ഷത മുതൽ 1000 ആണ്ടിൻ്റെ അവസാനം വരെ. അപ്പോൾ ഇങ്ങനെയാണ് 5 യുഗങ്ങൾ. ഈ യുഗങ്ങളിലെല്ലാം ദൈവം മനുഷ്യനോട് രക്ഷയോടുള്ള ബന്ധത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ 5 യുഗങ്ങളിൽ ഒന്നാമത്തെ യുഗമാണ് മനസ്സാക്ഷി യുഗം, ആദാം മുതൽ മോശ വരെ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതെ ഇരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണു. എങ്ങനെ? എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണു. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 16 വരെ വായിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് തെളിവ് ലഭിക്കും. ആ 2-ന്റെ 12 മുതൽ വായിക്കുന്നത് ശ്രദ്ധിക്കുക. 12-ാം വാക്യം: ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. 13-ാം വാക്യം ശ്രദ്ധിക്കുക: ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. അടുത്ത 14-ാം വാക്യം: ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിയിലൂടെയാണ് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ 15-ാം വാക്യം കുറച്ചുകൂടെ വ്യക്തമാക്കുന്നു. പ്രാധാന്യമുള്ളതാണ് ഈ വാക്യം. അവരുടെ മനസ്സാക്ഷികളുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണത്തിന് മുമ്പുള്ളവരെയും ന്യായപ്രമാണമില്ലാത്തവരെയും മനസ്സാക്ഷിയിൽ ന്യായം വിധിക്കും. ആര് എന്ത് പ്രമാണത്തിലാണ് ന്യായം വിധിക്കുന്നത്? 16-ാം വാക്യം ശ്രദ്ധിക്കുക: ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. അപ്പോൾ ന്യായം വിധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ന്യായവിധിക്കുള്ള പ്രമാണം എന്താണ്? അത് സുവിശേഷമാണ്. അപ്പോൾ ന്യായമായി ഒരു ചിന്ത വരാം: അന്ന് സുവിശേഷമില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ന്യായം വിധിക്കുമെന്ന്. സുവിശേഷത്തെക്കുറിച്ച് പുറകിൽ ഞാൻ പറയുന്നതാണ്, അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ആ ഭാഗം ഞാൻ ഇവിടെ വെച്ച് വിടുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം മുതൽ 25 വരെ വായിച്ചാൽ ഒന്നുകൂടെ ഈ വിഷയം നമുക്ക് വ്യക്തമാകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അടുത്ത 2-ാമത്തെ യുഗമാണ് ന്യായപ്രമാണ യുഗം. ഇനി ന്യായപ്രമാണത്തെ യുഗത്തെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ന്യായപ്രമാണ യുഗം മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയാണ്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വരെ ആകാം. മത്തായി എഴുതിയ സുവിശേഷം 11-ന്റെ 12, 13 വാക്യങ്ങൾ. 13-ാം വാക്യം നോക്കുക: സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. ന്യായപ്രമാണം ലഭിച്ചത് ഹോരേബ് പർവ്വതത്തിൽ 2 കൽപ്പലകളിൽ എഴുതി ദൈവം മോശയ്ക്ക് കൊടുത്തത് എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ന്യായപ്രമാണ കാലം യോഹന്നാൻ വരെയാണ്. മർക്കോസ് 16-ന്റെ 16-ലും നാം വായിക്കുന്നു. എന്നാൽ ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വരെ എന്ന് പറയുവാൻ കാരണം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ വന്നത്. ന്യായപ്രമാണ നിവൃത്തി തൻ്റെ ക്രൂശുമരണത്തിലാണ് സംഭവിച്ചത്. എല്ലാ കൽപ്പനകളും യേശു നിവർത്തിച്ചു. യാഗങ്ങളെ നിവർത്തിച്ചു. രോഗങ്ങളെ, ശാപങ്ങളെ, പാപത്തെ തുടങ്ങി എല്ലാത്തിനെയും കാൽവറിയിൽ നിവർത്തിച്ചു. എബ്രായലേഖനം 9-10 അധ്യായങ്ങൾ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും.
അടുത്ത മൂന്നാമത്തെ യുഗമാണ് കൃപായുഗം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാം ഇന്ന് വസിക്കുന്ന ഈ കാലഘട്ടമാണ്. ഈ യുഗം ആരംഭിച്ചത് പെന്തക്കോസ്ത് നാൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ മധ്യാകാശ വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ്. എന്നാൽ ന്യായപ്രമാണ യുഗത്തിനും കൃപായുഗത്തിനും ഇടയിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് 2 കൊരിന്ത്യർ ലേഖനം 6-2 പറയുന്ന പ്രസാദകാലം എന്ന് വിളിക്കുവാനായിട്ട് പറ്റും. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നാണ്. മത്തായി 3:2 കാണുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ തടവിലായപ്പോൾ യേശു കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് മാർക്കോസ് 1:15, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഈ സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷമായിരുന്നു, കൃപയുടെ സുവിശേഷം അല്ല. ഒന്നുകൂടെ പറയാം, ഈ സുവിശേഷം യോഹന്നാൻ സ്നാപകനും കർത്താവായ യേശുക്രിസ്തുവും പ്രസംഗിച്ച സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷമായിരുന്നു, കൃപയുടെ സുവിശേഷം അല്ല. കൃപയുടെ സുവിശേഷം ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്, അഥവാ പെന്തക്കോസ്ത് നാളിലാണ്. കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് നോക്കുക. 2 തീമോഥെയോസ് 2:8-9 വാക്യത്തിൽ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ക്രിസ്തു പ്രസംഗിക്കുമ്പോൾ മരിച്ചിട്ടില്ല, ഉയർത്തിട്ടില്ല. ആകയാൽ അത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ ദൈവകൃപയുടെ സുവിശേഷമാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്ന് വ്യക്തം. അപ്പോൾ രാജ്യത്തിന്റെ സുവിശേഷം എന്താണ്? മത്തായി 24:14 പറയുന്നു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. 7-ാം വാക്യം മുതൽ ലോകാവസാനത്തിന്റെ കാര്യമാണ് യേശു പറയുന്നത്. അത് മഹാപീഡന കാലഘട്ടമാണ്. അന്ന് 2 സാക്ഷികൾ രാജ്യമെമ്പാടും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കും. വെളിപ്പാട് 11-ാം അധ്യായത്തിലും ദാനിയേൽ 12-ാം അധ്യായത്തിലും കാണുന്നു. മഹാപീഡന യുഗം പിന്നാലെ വരുന്നത് കൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷ മുതൽ പുനരുദ്ധാരണം വരെ രാജ്യ സുവിശേഷം ആയിരുന്നു പ്രസംഗിക്കപ്പെട്ടത്. തൽക്കാലം അത് നിന്നു, കൃപയുടെ സുവിശേഷം ആരംഭിച്ചു. ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ കൃപയുടെ സുവിശേഷം അവസാനിക്കും. വീണ്ടും രാജ്യത്തിന്റെ സുവിശേഷം മഹാപീഡനത്തിൽ വീണ്ടും ആരംഭിക്കുന്നതാണ്. അത് മഹാപീഡനത്തിന്റെ അവസാനം തീരും. ഈ 2 കാലയളവിന്റെ ഇടയ്ക്കുള്ള ഒരു കാലയളവ് മാത്രമാണ് ഈ കൃപായുഗം എന്ന് പറയുന്നത്, കൃപയുടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. ഈ ഭാഗം ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗത്തിൽ എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചത്? 2, കർത്താവ് ആരെ തേടിയാണ് വന്നത്? 3, ശിഷ്യന്മാരെ ഈരണ്ടായി ആരുടെ അടുക്കിലേക്കാണ് അയച്ചത്? 4, എങ്ങനെയാണ് രാജ്യ സുവിശേഷം കൃപയുടെ സുവിശേഷമായി മാറിയത്? അടുത്ത ഭാഗത്തിൽ നമുക്കിത് ചിന്തിക്കുവാനായിട്ട് കഴിയും. കേൾക്കുന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.